വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ല രുചിയുള്ള ഒരു അപ്പമായിട്ടാണ്. അതിനായിട്ട് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു മുറി ചിരവി എടുക്കാനും ഒരു മുറി കഷ്ണങ്ങളാക്കി ചെറിയ പീസാക്കിയിട്ട് എടുക്കാനാണ്. അതിനായിട്ടാണ് ഒരു തേങ്ങ എടുത്തിട്ടുള്ളത്. ഇനി ശർക്കര ഉരുക്കാനായിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ നന്നായി ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഒന്ന് മാറ്റി വെക്കാം. ഇനി അരിയാണ്, അത് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് എല്ലാതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടണം, തരിയൊന്നും വേണ്ട. അപ്പോൾ ഇനി അതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല വെള്ളം കൂടണ്ട, അരച്ചെടുക്കാനായിട്ടാണ്. ഇനി അതൊക്കെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാതും അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഏലക്കപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ പൊടിച്ച് എടുത്തതാണ്, ഏലക്ക പൊടിയാത്തത് കൊണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ശർക്കര ഒരു സൈഡിൽ മാത്രമായിട്ട് പിടിച്ചിട്ട് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് ഒരു ചട്ടി എടുത്ത് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നെയ്യ് വേണമെങ്കിൽ അത് ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത്. ഈ തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും നന്നായി ഇളക്കി കൊടുത്ത ശേഷം അണ്ടിപ്പരിപ്പ് കഷ്ണങ്ങളാക്കി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്താൽ നല്ല രുചിയാണ്. അപ്പോൾ അത് ഗോൾഡൻ കളറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ച് ചൂടാറിയ ശേഷം മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാതും അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് എല്ലാം മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി, ചെറിയ ചട്ടിയോ അല്ലെങ്കിൽ വെള്ളപ്പം ഉണ്ടാക്കുന്ന ചട്ടിയോ മതി. ഞാൻ വെള്ളപ്പത്തിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഓരോ കയ്യിലാക്കിയിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. തീ കൂട്ടി വെച്ച് ആദ്യം ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം തീ കുറച്ച് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് അതിൽ നിന്ന് മാറ്റിയെടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നല്ല രുചിയാണ്, നല്ല സോഫ്റ്റൊക്കെ ഉണ്ട്. വീണ്ടും അതുപോലെ തന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കയ്യിൽ ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വേവാൻ കുറച്ച് ടൈം എടുക്കും, ചെറിയ തീയിലല്ലേ വെച്ചിട്ട് വേവിക്കുന്നത്. അപ്പോൾ അതും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ച് കൊടുത്ത് അത് എടുത്ത് മാറ്റി എല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ സൗണ്ട് കൊടുക്കുമ്പോൾ പുറത്തുനിന്നുള്ള സൗണ്ട് കേൾക്കാണ്ടിട്ടാ. വെള്ളപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എണ്ണ ഒന്നും ഒഴിക്കണ്ട. എണ്ണ കഴിക്കാത്തവർക്ക് എണ്ണ ഇല്ലാതെ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എല്ലാതും വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കുറച്ചാണ് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.